ശ്രീ സജി ചെറിയാൻ. സർ, കേരളത്തിലെ ഗ്രാമീണ റോഡുകൾ ഉടനീളം ഇന്ന് തകർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങേയറ്റം തകർന്നു കിടക്കുന്ന ഈ അവസ്ഥ പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ് ഏറ്റെടുക്കണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങൾ ദിവസേന യാത്രയ്ക്കായി ആശ്രയിക്കുന്ന ഈ റോഡുകളെയാണ്. സർ, ഈ റോഡുകൾ സഞ്ചാരയോഗ്യമല്ലാതാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം റോഡ് വിവിധ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ കൊണ്ട് വെട്ടിപ്പൊളിക്കുകയാണ്. ഇപ്പോൾ മഴക്കാലം കൂടി വന്നതുകൊണ്ട് പലയിടങ്ങളിലും റോഡുകൾ പൂർണ്ണമായി തകർന്നു. ജനങ്ങളുടെ യാത്ര വളരെയേറെ ദുരിതപൂർണമായി. ഇവിടെ ഇരിക്കുന്ന എല്ലാ അംഗങ്ങൾക്കും ഇത് ബാധകമാണ്. ഗ്രാമീണ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇതിനുള്ള സാമ്പത്തികം ഇല്ല. നമ്മൾ വസ്തുതാപരമായി പരിശോധിച്ചാൽ അവരുടെ സ്ഥിതി വളരെ ദയനീയമാണ്. ഇതെങ്ങനെയാണ് പരിഹരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഗവൺമെൻറ് ഗൗരവമായിട്ട് ആലോചിക്കണം. ഇപ്പോൾ ജൽജീവൻ മിഷൻ്റെ പദ്ധതികളുടെ ഭാഗമായി PW റോഡുകൾ അവിടെ നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് പണം നമ്മുടെ വാട്ടർ അതോറിറ്റി കൊടുക്കും. പക്ഷേ ഗ്രാമീണ റോഡുകൾ വെട്ടിപ്പൊളിച്ചാൽ ഒരു പൈസയും ഇവിടെ നേരത്തെ ബഹുമാന്യ മോൻസ് ജോസഫ് മന്ത്രി ഇവിടെ പറയുന്നുണ്ട്, കൊടുക്കുന്നില്ല, അതിന് പണമില്ല. അതെങ്ങനെ പരിഹരിക്കണമെന്ന് ആലോചിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കൃത്യമായി പുനർനിർമ്മിക്കാത്തത് പ്രശ്നത്തിൻ്റെ തീവ്രത വർദ്ധിക്കുകയാണ്. സർ, മുമ്പ് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഈ പ്രശ്നം വന്നപ്പോൾ ഒരു മാതൃകാപരമായ പദ്ധതി ഗവൺമെൻറ് ഏറ്റെടുത്തു. സംസ്ഥാന ഗവൺമെൻറ് CMLLRP അഥവാ മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതി, ഇത് 2 ഘട്ടങ്ങളിലായിട്ട് 1000 കോടി വീതം 2000 കോടി രൂപ നൽകി. സർ, ഏകദേശം ഒരു 20,000-ഓളം കിലോമീറ്റർ ദൂരത്തിൽ നമുക്ക് കേരളത്തിലെ ഗ്രാമീണ റോഡുകൾ നിർമ്മിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട MLA-മാരുടെ നിർദ്ദേശങ്ങൾ വാങ്ങിയാണ് അത് ചെയ്തത്. പക്ഷപാതപരമല്ലാതെ എല്ലാ മണ്ഡലങ്ങളിലും ആ പണം കൊടുത്തു. അതുകൊണ്ട് നാട്ടിൽ ഈ റോഡുകൾ നന്നായതിൻ്റെ ഫലമായി MLA-മാർക്ക് മര്യാദയ്ക്ക് സഞ്ചരിക്കാൻ പറ്റി. കാരണം റോഡിൽ കൂടെ ആളുകൾ ചീത്ത വിളിക്കില്ല. ഇപ്പോൾ അതല്ല സ്ഥിതി. സാർ, ഗ്രാമീണ റോഡിൽ സഞ്ചരിക്കാൻ കഴിയില്ല. ജനങ്ങളുടെ ധാരണ MLA-മാരുടെ ഉത്തരവാദിത്തമാണ്. ആ നിലയിലുള്ള വലിയ തരത്തിലുള്ള പ്രതിഷേധം ജനങ്ങൾക്കിടയിൽ വരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരത്തെ ഇവിടെ നിശ്ചയിച്ച് നടപ്പാക്കിയ പദ്ധതി, മുഖ്യമന്ത്രിയുടെ പ്രത്യേകമായ ഒരു റോഡ് വികസന പദ്ധതി എന്ന പേരിൽ ഒരു 1000 കോടി, ഞാൻ അധികമൊന്നും ചോദിക്കുന്നില്ല, എല്ലാ മണ്ഡലങ്ങളുമായിട്ട് തൽക്കാലം ഒന്ന് ആവിഷ്കരിച്ച് തന്നാൽ നമുക്ക് ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയാൽ ഗുണമാണ്. അങ്ങ് അതിനൊരു മുൻകൈ എടുക്കുമ്പോൾ കുറച്ച് പണം മാറ്റി വെക്കുക എന്നാണ് എല്ലാവർക്കും വേണ്ടി ഞാനൊരു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സാറേ, ഗ്രാമീണ റോഡുകളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ കാര്യം യാഥാർത്ഥ്യമാണ്. കേരളത്തിലെ ഗ്രാമീണ റോഡുകളെല്ലാം തകർന്നു കിടക്കുകയാണ്. കാരണം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് തന്നെ ഒരു കുഴപ്പമുണ്ട്. നമ്മൾ BMBC റോഡുകൾ പണിയുന്നത് പോലെയല്ല ഗ്രാമീണ റോഡുകൾ പണിയുന്നത്. മരങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചോലയിൽ നിന്ന് വീഴുന്ന വെള്ളം മാത്രം മതി റോഡ് ഒരു വർഷം കഴിയുമ്പോഴേക്കും തകർന്നു പോകാൻ വേണ്ടിയിട്ട്, ഇല്ലേ? അപ്പോൾ വഴിയിൽ നിൽക്കുന്ന വൃക്ഷം ഒരു നല്ല മഴ പെയ്താൽ ഒലിച്ചു പോകുന്ന റോഡുകളുടെ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനമാണ് ഗ്രാമീണ റോഡുകളുടെ നടക്കുന്നത്. നമ്മൾ BMBCയിൽ നല്ല രീതിയിൽ നിർമ്മിക്കുന്ന റോഡുകൾ പ്രളയകാലത്ത് പോലും തകർന്നില്ല. പക്ഷേ ഗ്രാമീണ റോഡുകൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നേരത്തെ ഇന്നലെ ഇവിടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഒരു കാര്യം പറഞ്ഞു. ഒരു പഞ്ചായത്തിലേക്ക് ഒരു 2 കോടി രൂപ കിട്ടിയാൽ 25 അംഗങ്ങൾ അത് വീതിച്ചെടുക്കുകയാണ്. ഒരു 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയുള്ളൊരു വർക്കാണ് അവിടെ ചെയ്യുന്നത്, ഇല്ലേ? ആ ചെയ്യുന്ന റോഡ് നിലനിൽക്കുന്നില്ല. അതൊരു അസറ്റ് ക്രിയേഷനായിട്ട് മാറുന്നില്ല. ഗൗരവതരമായി നമ്മൾ ഈ പഞ്ചായത്തിൻ്റെ ഈ എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് എല്ലാവരും, നമ്മളിപ്പോൾ ഏകപക്ഷീയമായിട്ടൊന്നും നടപ്പാക്കാൻ പോകുന്നില്ല, ഭരണകക്ഷിയും പ്രതിപക്ഷമൊക്കെ തമ്മിൽ ഗൗരവമായി ആലോചിച്ച് ഈ കൊടുക്കുന്ന പൈസ നമ്മുടെ പ്ലാനിൻ്റെ ഒരു 28.5% ലോക്കൽ ബോഡിക്ക് കൊടുക്കുകയാണ്. ആ കൊടുക്കുന്ന തുക എങ്ങനെയാണ് അതിൻ്റെ എക്സ്പെൻഡിച്ചർ, വാട്ട് ഈസ് ദ ക്വാളിറ്റി ഓഫ് ദി എക്സ്പെൻഡിച്ചർ, ആ എക്സ്പെൻഡിച്ചറിൻ്റെ ക്വാളിറ്റി എന്താ? എനിക്ക് വലിയ പ്രയാസമുള്ള ആളാണ് വ്യക്തിപരമായി, MLA എന്നുള്ള നിലയിൽ. ഞാൻ ലോക്കൽ ബോഡികളെ കുറ്റപ്പെടുത്തില്ല, അവർക്ക് വേറെ ഓപ്ഷനില്ല. അവർ ആളുകളുടെ സമ്മർദ്ദം വരുമ്പോൾ പഞ്ചായത്ത് മെമ്പർമാർ എൻ്റെ വാർഡിൽ വേണം, ആ വാർഡിൽ വേണമെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ പഞ്ചായത്ത് മെമ്പറാണെങ്കിലും ഞാൻ വാശിയോടുകൂടി എൻ്റെ ഷെയർ വാങ്ങിച്ചുകൊണ്ട് പോകും. പക്ഷേ ഇത് കൊണ്ടുപോയി പണിയുന്നതിൻ്റെ ക്വാളിറ്റി ഇല്ല, ഒരു തരത്തിൽ ആ വർക്ക് നിലനിൽക്കുന്നില്ല. അത് സ്റ്റേറ്റിൻ്റെ പ്ലാനിൻ്റെ 28.5% ഇങ്ങനെ പോകുന്നു എന്നുള്ളത് നമുക്കൊന്ന് ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത്. അതിനകത്തും വന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റ് ഫിക്സ് ചെയ്ത കാര്യവുമായി ബന്ധപ്പെട്ട് കോൺട്രാക്ടർമാർ വർക്ക് എടുക്കാത്തൊരു പ്രശ്നം വ്യാപകമായി സംസ്ഥാനത്തുണ്ടായി. ഞാൻ അന്നത്തെ ധനകാര്യമന്ത്രിയുടെ ശ്രദ്ധയിലും അത് പെടുത്തിയിട്ടുള്ളതാണ് വ്യാപകമായി. ഇപ്പം എൻ്റെ നിയോജക മണ്ഡലത്തിൽ അന്ന് തന്ന വർക്കിൻ്റെ ഒരു 25% എടുത്തിട്ടുള്ളൂ. അത് നമ്മളൊക്കെ നിർബന്ധിച്ച് ചിലരോട് പറഞ്ഞിട്ടാണ്. ബാക്കി 75% എടുക്കുന്നില്ല. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ച് ഗൗരവത്തോടു കൂടിയുള്ള നമ്മുടെ ബജറ്റിലും പ്ലാനിലും എല്ലാം ഗ്രാമീണ റോഡുകളെ നന്നായി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൗരവമായൊരു പദ്ധതിയെക്കുറിച്ച് അങ്ങ് പറഞ്ഞതുപോലെ ഗവൺമെൻറ് ആലോചിക്കും.